അതെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പുതിയൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ, എങ്ങനെ നമുക്ക് പരസ്പരം സമാധാനത്തിൽ ഒന്നായിട്ടിരിക്കാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി അപ്പനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, അപ്പ ഞാനും അങ്ങും ഒരുമിച്ചായിരിക്കുന്നത് പോലെ, ഒന്നായിരിക്കുന്നത് പോലെ, ഞാനില്ലാത്തപ്പോഴും എൻ്റെ ശിഷ്യന്മാർ നമ്മളിൽ ഒന്നായിട്ടിരിക്കണം. എന്നിട്ട് ഈശോ തുടർന്ന് പ്രാർത്ഥിക്കുകയാണ്, അവരൊന്നായിട്ടിരിക്കാൻ വേണ്ടി അങ്ങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. എന്താണ് ഈശോയ്ക്ക് അപ്പം കൊടുത്തിട്ടുള്ള മഹത്വം? എന്താണ് യഥാർത്ഥത്തിൽ ഈശോ നമുക്ക് ഓഫർ ചെയ്തത്? ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ തരും. അവൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതെല്ലാം പഠിപ്പിക്കും, നിങ്ങളെ ഓർമ്മിപ്പിക്കും. അവൻ നിങ്ങളുടെ സഹായകനായിരിക്കും. അപ്പനെയും മകനെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന അവരുടെ സ്നേഹത്തിലുള്ളതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഐക്യത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ അതേ മഹത്വം ഈശോ ശിഷ്യന്മാർക്ക് നൽകിയാണ്. അവരെ ഒന്നാക്കി നിർത്തുന്ന മഹത്വം. എന്താ അത്? പരിശുദ്ധാത്മാവ്. ആത്മാവുള്ളിടത്ത് ഐക്യമുണ്ട്, ആത്മാവില്ലാത്തിടത്തും ഭിന്നതയുണ്ട്. ഭിന്നിപ്പിൻ്റെ ആത്മാവാണ് ദുഷ്ടാത്മാവ്.